കാലാവസ്ഥാ പ്രതിസന്ധിയുടെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഉയർത്തി വാഴച്ചാലയിൽ ക്ലൈമറ്റ് മാർച്ച് 2024 സംഘടിപ്പിച്ചു. പീപ്പിൾസ് ക്ലൈമറ്റ് ആക്ഷൻ കേരളം, ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറം എന്നീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ക്ലൈമറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. ചാലക്കുടി ഇടതുകര കനാൽ വൃത്തിയാക്കുന്നതിൽ ക്രമക്കേട് നടന്നതായി പരാതി. കൊരട്ടി പഞ്ചായത്ത് 10ാം വാർഡിന്റെ ഭാഗത്താണ് ക്രമക്കേടുള്ളതായി നാട്ടുകാർ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. തൃക്കൂർ പച്ചളിപ്പുറത്ത് ശക്തമായ കാറ്റിൽ വീട് തകർന്നു. കൊട്ടേക്കാട്ടിൽ ഉഷയുടെ ഓടിട്ട വീടാണ് തകർന്നത്. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കാലാവസ്ഥാ പ്രതിസന്ധിയുടെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഉയർത്തി വാഴച്ചാലയിൽ ക്ലൈമറ്റ് മാർച്ച് 2024 സംഘടിപ്പിച്ചു. പീപ്പിൾസ് ക്ലൈമറ്റ് ആക്ഷൻ കേരളം, ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറം എന്നീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ക്ലൈമറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. പുഴകൾക്ക് വേണ്ടിയും പരിസ്ഥിതിക്ക് വേണ്ടിയും ജീവിതം മുഴുവൻ പ്രവർത്തിച്ച ഡോക്ടർ ലതയുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഡോക്ടർ ലതയുടെ 7ാം ചരമവാർഷിക ദിനത്തിൽ ക്ലൈമറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. രാവിലെ 10 വിവിധ കലാലയങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പരിസ്ഥിതി പ്രവർത്തകർ, സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ, ശാസ്ത്രജ്ഞന്മാർ, ഗവേഷകർ, കാലാവസ്ഥ വിദഗ്ധർ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഡോക്ടർ ലത അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ചടങ്ങിൽ അധ്യക്ഷനായി. ക്ലൈമറ്റ് മാർച്ച് ജനറൽ കൺവീനർ SP രവി, പ്രശസ്ത കാലാവസ്ഥ ശാസ്ത്രജ്ഞൻ ഡോക്ടർ S അഭിലാഷ്, വാഴച്ചാൽ ഊരുമുപ്പത്തി ഗീത, നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആൻഡോ ഏലിയാസ്, ജനകീയ പ്രസ്ഥാനങ്ങളുടെ ദേശീയ സംഘം സംസ്ഥാന കൺവീനർ കുസുമം ജോസഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വാഴച്ചാലിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് ക്ലൈമറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, വാഴച്ചാൽ ഊരുമുപ്പത്തി ഗീത വാഴച്ചാൽ എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. തൃശൂർ ഫൈൻ ആർട്സ് കോളേജ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വേഴാമ്പലും കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളും ക്ലൈമറ്റ് മാർച്ചിന് മാറ്റുകൂട്ടി. പരിസ്ഥിതി ഗാനങ്ങളും മുദ്രാവാക്യങ്ങളും ഉയർത്തി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പരിസ്ഥിതി പ്രവർത്തകരും മാർച്ച് സജീവമാക്കി. ക്ലൈമറ്റ് മാർച്ച് പ്രോഗ്രാം കോർഡിനേറ്റർ ശരത് ചേലൂർ, പ്രവർത്തക സമിതി അംഗങ്ങളായ വിനിത ചോലയാർ, റുബിൻ ലാൽ, പ്രശാന്ത് അതിരപ്പള്ളി, M മോഹൻദാസ്, അഡ്വക്കേറ്റ് ജെന്നിഫർ, അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, US അജയ്കുമാർ, രവി വർമ്മ, LC എന്നനാട്, സുരേഷ് മുട്ടത്തി, SM വിജയകുമാർ എന്നിവർ ലത അനുസ്മരണ സമ്മേളനത്തിനും ക്ലൈമറ്റ് മാർച്ചിനും നേതൃത്വം നൽകി. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടി ഇടതുകര കനാൽ വൃത്തിയാക്കുന്നതിൽ ക്രമക്കേട് നടന്നതായി പരാതി. കറുകുറ്റി, കൊരട്ടി, പാറക്കടവ് എന്നീ പഞ്ചായത്തുകളിൽ വരൾച്ച അനുഭവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന ചാലക്കുടി ഇടതുകര കനാൽ കൊരട്ടി പഞ്ചായത്ത് 10ാം വാർഡിന്റെ ഭാഗത്താണ് ഇത്തവണ വൃത്തിയാക്കുന്നതിൽ വൻ ക്രമക്കേട് ഉള്ളതായി നാട്ടുകാർ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. 2 വർഷം മുമ്പ് ഹിറ്റാച്ചി ഉപയോഗിച്ച് വൃത്തിയാക്കിയതിനെ തുടർന്ന് കനാലിന്റെ ഇരുവശത്തുള്ള ഭിത്തികൾ തകർന്നതിനെ തുടർന്ന് കൊരട്ടി പഞ്ചായത്ത് 10ാം വാർഡിൽ താഴെ ഭാഗത്തുള്ള വീടുകളിലേക്ക് വർഷകാലത്ത് വെള്ളം കയറുന്ന അവസ്ഥയുണ്ടാവുകയും വൻതുക ചിലവാക്കി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അത് പുതുക്കി പണിതതുമാണ്. എന്നാൽ ഈ വർഷവും ഹിറ്റാച്ചി ഉപയോഗിച്ച് വീണ്ടും കനാൽ വൃത്തിയാക്കാൻ ശ്രമിക്കുകയും കനാലിൽ നിന്ന് കോരിയ മണ്ണ്, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വേസ്റ്റുകൾ കനാലിനോട് ചേർന്ന് തന്നെ നിക്ഷേപിച്ചിരിക്കുകയുമാണ്. ഇതുമൂലം അടുത്ത ഒരു മഴയ്ക്കകം മണ്ണടക്കമുള്ള വേസ്റ്റ് കനാലിൽ പതിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. അങ്ങനെ വന്നാൽ ഈ വർഷത്തെ വേനൽക്കാലത്ത് കൊരട്ടി പാറക്കടവ് പഞ്ചായത്തിലെ വരൾച്ച അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് കൃഷിക്കായും മറ്റും ശുദ്ധജലം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും. കനാലിന്റെ കരയിൽ കൂട്ടിയിട്ടുള്ള മണ്ണടക്കമുള്ള വേസ്റ്റ് കോരി മാറ്റണമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ നടപടി എടുത്തിട്ടില്ലെന്ന് പറയുന്നു. കനാൽ വൃത്തിയാക്കുന്നതിന് ഉയർന്ന വിലയിൽ കോൺട്രാക്ട് ഏറ്റെടുത്ത കരാറുകാരനും ഇക്കാര്യത്തിൽ കണ്ണടയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മീഡിയ ടൈം, ചാലക്കുടി. തൃക്കൂർ പച്ചളിപ്പുറത്ത് ശക്തമായ കാറ്റിൽ വീട് തകർന്നു. കൊട്ടേക്കാട്ടിൽ ഉഷയുടെ ഓടിട്ട വീടാണ് തകർന്നത്. ഞായറാഴ്ച രാവിലെ 10:30 സംഭവം. ഉഷ പുറത്തേക്കിറങ്ങിയ സമയത്താണ് വീട് തകർന്നത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഡേവിസ്, സൈമൺ നമ്പാടൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വടക്കാഞ്ചേരി ഏങ്കക്കാട് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 15 പവൻ കവർന്ന സംഭവത്തിൽ 48 മണിക്കൂറിനകം പ്രതികൾ പിടിയിൽ. എങ്കക്കാട് സ്വദേശി മുഹമ്മദ് ഹസൻ, തമിഴ്നാട് സ്വദേശി ശിവ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരാണ് പിടിയിലായത്. വ്യാഴാഴ്ചയായിരുന്നു എങ്കക്കാട് സ്വദേശി കളത്തിൽ പറമ്പിൽ കുഞ്ഞന്റെ അടച്ചിട്ടിരുന്ന വീട് കുത്തിത്തുറന്ന് പ്രതികൾ കവർച്ച നടത്തിയത്. വടക്കാഞ്ചേരി CI റിജിൻ M തോമസ്, SI അനുരാജ്
SCPO സജീവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് 48 മണിക്കൂറിനകം പ്രതികളെ പിടികൂടിയത്. CCTV ദൃശ്യങ്ങളോ മറ്റോ ഇല്ലാതിരുന്ന കേസിൽ പ്രാദേശികമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. മാള സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ സഹകരണ മുന്നണി വിജയിച്ചു. മുഹമ്മദ് ഇക്ബാൽ, ലിയോ കൊടിയൻ, CK ഉണ്ണി, PN രതീഷ്, ഷാനവാസ് പള്ളിമുറ്റത്ത്, സൈമൺ കളപ്പുരയ്ക്കൽ, മാഗി ജോസ്, ഷിഖ രൂപേഷ്, യദുകൃഷ്ണൻ, PR സോണി, ചിത്തിര ചാത്തക്കുടം, ഷാജു കുന്നത്തോളി എന്നിവരാണ് ജയിച്ചത്. ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിന്റെ വിമത പാനലും മത്സര രംഗത്തുണ്ടായിരുന്നു. മേലടൂരിൽ അമ്മയ്ക്ക് കരൾ പകുത്തു നൽകി മാതൃകയായ മകളെ ആദരിച്ചു. റീനാദിനിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചികിത്സാ സഹായ നിധിയുടെ പ്രവർത്തനാവലോകന യോഗത്തിലാണ് റീനയ്ക്ക് കരൾ നൽകിയ മകൾ ദിയയെ അനുമോദിച്ചത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഔദ്യോഗികമായ പരിവേഷം അവസാനിപ്പിക്കുന്ന ചടങ്ങുകൂടിയാണ്. അറിയാവുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ തിരുവേണ്ടവരായിരുന്നു കരൾ രോഗബാധിതയായി ചികിത്സ തേടുന്ന അവസരത്തിൽ ഇതിൻ്റെ കൂടിയാലോചനയുടെ ഭാഗമായിട്ട് നമ്മുടെ പുതിയ കൾച്ചർ സൊസൈറ്റിയും ഈ പ്രദേശത്തെ വാർഡുപ്രായ സ്വദേശികളടക്കമുള്ള ആളുകൾ ഇതിൻ്റെ പ്രാഥമിക യോഗം ചെയ്യുകയും ആ യോഗത്തിലേക്ക് അച്ഛനും എന്നുവേണ്ട സമൂഹത്തിൻ്റെ വിവിധ രാഷ്ട്രീയ ജാതി മത മേഖലയിലുള്ള വാർഡ് മെമ്പർ TK സതീശൻ അധ്യക്ഷത വഹിച്ചു. മേൽഡൂർ ഉണ്ണിമിശിഹ ദേവാലയ വികാരി ഫാദർ ജോസ് പാലാട്ടി ധേയെ ആദരിച്ചു. MJ ആൻഡ് CG ജെയിംസ്, CL ജോഷി, AK ദിനൽകുമാർ, ദിയ എന്നിവർ സംസാരിച്ചു. ഇനി നാട്ടിൽ നടന്നത്. മാള ഫൊറോന ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സിബു കള്ളാപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ വിൻസെന്റ് കുണ്ടുകുളം സന്ദേശം നൽകി. വൈകിട്ട് പ്രദക്ഷിണം, വാദ്യമേള സംഗമം എന്നിവ നടന്നു. കൊടകരയിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നവംബർ 18 തിങ്കളാഴ്ച മുതൽ 21 വ്യാഴാഴ്ച വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, ഗവൺമെന്റ് നാഷണൽ ബോയ്സ്, ഗവൺമെന്റ് ഗേൾസ്, ഗവൺമെന്റ് LP, സെന്റ് ഡോൺ ബോസ്കോ എന്നീ വിദ്യാലയങ്ങളിൽ സജ്ജമാക്കുന്ന 8 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. ഉപജില്ലയിലെ 83 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 5800-ലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കും. തിങ്കളാഴ്ച സ്റ്റേജ് തര മത്സരങ്ങളാണ് നടക്കുന്നത്. 19 രാവിലെ 9 GLP സ്കൂളിൽ ബെന്നി ബെഹനാൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്യും. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. ചാലക്കുടി AO നിഷ PB പദ്ധതി വിശദീകരണം നടത്തും. സിനി ആർട്ടിസ്റ്റ് ഗ്രീഷ്മ ചന്ദ്രൻ മുഖ്യാതിഥിയാകും. 21 വൈകിട്ട് 5 നടക്കുന്ന സമാപന സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിക്കും. കലോത്സവത്തിന്റെ വിജയത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടകർ നടത്തുന്നത്. മുനമ്പം ജനതയ്ക്ക് നീതി ലഭ്യമാക്കുക, വഖഫ് നിയമം ഭേദഗതി ചെയ്യുക, രാഷ്ട്രീയ പാർട്ടികളുടെ ഇരട്ടത്താപ്പ് നയം അവസാനിപ്പിക്കുക, മുനമ്പം വിഷയത്തിൽ സർക്കാർ എത്രയും വേഗം പരിഹാര മാർഗം സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുത്തഞ്ചിറ സെന്റ് മേരീസ് ഫൊറോന കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ റാലിയും സമ്മേളനവും നടത്തി. പുത്തഞ്ചിറ ഫൊറോന വികാരി ഫാദർ ബിനോയ് പൊഴോലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ അരീക്കാടൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജെർലിറ്റ് കാക്കനാടൻ, കൈക്കാരൻ തോമസ് വർഗീസ് ആലപ്പാടൻ, പാസ്റ്റൽ കൗൺസിൽ മെമ്പർ തോമസ് താണിക്കൽ, ഏകോപന സമിതി പ്രസിഡന്റ് വിൽസൺ മഞ്ഞളി, കേന്ദ്ര സമിതി വൈസ് പ്രസിഡന്റ് ഡേവിസ് പയ്യപ്പള്ളി, കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി ജോജു ഡേവിസ്, കത്തോലിക്ക കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പോൾസൺ എന്നിവർ പ്രസംഗിച്ചു. മാർട്ടിൻ വട്ടപ്പറമ്പിൽ, MJ ജോസ്, ജോസ് നമ്പാടൻ, ടോണി കണ്ണായി, ഈനാശു വിതമറ്റത്തിൽ, ജോയ് അംജേരി, ജെയ്മി, ജിൻസി വർഗീസ്, ജിജി ജോൺസൺ, സിന്ധു സേവിയർ, ആൻസി ജോർജ്, ലിജോയ് കല്ലൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് കൊടകര പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച പച്ചക്കറികൾ കലോത്സവ സംഘാടക സമിതിക്ക് കൈമാറി. കൊടകര പഞ്ചായത്തിൽ വെച്ച് നടത്തിയ ചടങ്ങ് കുടുംബശ്രീ CS ചെയർപേഴ്സൺ രാജേശ്വരിയും മറ്റു കുടുംബശ്രീ അംഗങ്ങളും ചേർന്നാണ് കൈമാറിയത്. സംഘാടക സമിതി അംഗങ്ങളായ ജോയ് നെല്ലിശ്ശേരി, TK പത്മനാഭൻ, CDCB, MK ഡൈനി, ജിഷ മാത്യു എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ചാലക്കുടി യൂണിയനും കൊടകര പൂനിരാർക്കാവ് ദേവസ്വം സംയുക്തമായി നടത്തുന്ന അന്നദാന ക്യാമ്പിന് തുടക്കമായി. കൊടകര പൂനിരാർക്കാവ് കാർത്തിക ഭജന മണ്ഡപത്തിൽ നടത്തിയ പരിപാടി അഖില ഭാരത അയ്യപ്പ സേവാ സംഘം കേന്ദ്ര ട്രഷറർ E കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ചാലക്കുടി യൂണിയൻ പ്രസിഡന്റ് E രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് T മോഹനൻ, പൂനിരാർക്കാവ് ദേവസ്വം പ്രസിഡന്റ് D നിർമ്മൽ, PR സുബ്രഹ്മണ്യൻ, PA മോഹൻദാസ്, TC രാജൻ, EG തങ്കപ്പൻ, സ്മിത വിനയകുമാർ, സുമതി ഹരിദാസ്, രാധാമണി ബാലസുബ്രഹ്മണ്യം, AC പ്രേമൻ എന്നിവർ സംസാരിച്ചു.
കയ്പമംഗലം കാഞ്ഞിരപ്പറമ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ അമ്മ ഭഗവതിയുടെയും വിഷ്ണുമായ സ്വാമിയുടെയും ശ്രീകോവിലുകളുടെ മുൻഭാഗം പിച്ചള പൊതിഞ്ഞ് സമർപ്പിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി തന്ത്രി, ക്ഷേത്രം ശാന്തി പ്രവീൺ ചളിയിൽ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കാഞ്ഞിരപ്പറമ്പിൽ പാമുകൃഷ്ണൻ, കുട്ടിമകൻ രാജൻ, ജയപ്രകാശ് മകൻ ജിതിൻ ജയപ്രകാശ് എന്നിവർ ചേർന്ന് സമർപ്പണം നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ, സെക്രട്ടറി KP സനേഷ്, ട്രഷറർ KS മനോജ് എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ LP ഇംഗ്ലീഷ് മീഡിയം വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗായിക ഇന്ദുലേഖ വാര്യർ മുഖ്യാതിഥിയായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് മുകേഷ് കാരയിൽ അധ്യക്ഷനായി. പ്രധാന അധ്യാപിക അർച്ചന സുനിൽ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, അൺഎയ്ഡഡ് വിഭാഗം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരായ ശ്രീജിഷ് പൊയ്യാറ, VB സജിത്, പ്രധാന അധ്യാപകൻ KS കിരൺ, LP വിഭാഗം അഡ്മിനിസ്ട്രേറ്റർ PK മജീദ്, ഡെപ്യൂട്ടി HM PS സിജിമോൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. എടത്തുരുത്തി പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എടത്തുരുത്തി EKC റോഡിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഇർഷാദ് വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ TK പ്രകാശൻ, ഡേവിസ് മാളിയേക്കൽ, PP സലീം, മണ്ഡലം വൈസ് പ്രസിഡന്റ് സർവോത്തമൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിറ്റി, മോഹനൻ കാട്ടിക്കുളം, VM ബഷീർ, VA റഷീദ്, ഷിബു രാമകൃഷ്ണൻ, ശിവരാമൻ, ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ഡലകാല ആഘോഷങ്ങളുടെ ഭാഗമായി മാള കുരുലശ്ശേരിയിൽ ദേശവിളക്ക് ആഘോഷം നടന്നു. വിളക്കാഘോഷത്തിന്റെ ഭാഗമായി ദീപാരാധന, ശാസ്താംപാട്ട്, എതിരേൽപ്പ് എന്നിവ നടന്നു. പൊയ്യ വടക്കേ പൂപ്പത്തിയിൽ ദേശവിളക്ക് ആഘോഷിച്ചു. തൻകുളം ക്ഷേത്രനടയിൽ നിന്നും നാദസ്വരം, കാവടിച്ചെന്ത്, കാവടിയാട്ടം എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, തുടർന്ന് ദീപാരാധന, എതിരേൽപ്പ്, ആഴിപൂജ എന്നിവ നടന്നു. VN ശങ്കരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. അഷ്ടമിച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. ദീപാരാധന, ചിന്തപാട്ട്, ശാസ്താംപാട്ട്, പ്രസാദോട്ട് എന്നിവ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ പ്രതിസന്ധിയുടെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഉയർത്തി വാഴച്ചാലയിൽ ക്ലൈമറ്റ് മാർച്ച് 2024 സംഘടിപ്പിച്ചു. പീപ്പിൾസ് ക്ലൈമറ്റ് ആക്ഷൻ കേരളം, ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറം എന്നീ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ക്ലൈമറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. ചാലക്കുടി ഇടതുകര കനാൽ വൃത്തിയാക്കുന്നതിൽ ക്രമക്കേട് നടന്നതായി പരാതി. കൊരട്ടി പഞ്ചായത്ത് 10ാം വാർഡിന്റെ ഭാഗത്താണ് ക്രമക്കേടുള്ളതായി നാട്ടുകാർ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. തൃക്കൂർ പച്ചളിപ്പുറത്ത് ശക്തമായ കാറ്റിൽ വീട് തകർന്നു. കൊട്ടേക്കാട്ടിൽ ഉഷയുടെ ഓടിട്ട വീടാണ് തകർന്നത്. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.